ഹലോ പ്രിയപ്പെട്ടവരെ, ഞാൻ അനീഫ കട്ടുപ്പാറ. നമ്മുടെ ചിന്ത ഡ്യൂട്ടി ഫ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്നേഹാദരങ്ങളോടെ ഒത്തിരി വെൽക്കം, സ്വാഗതം. റഹ്മത്തുല്ലിൽ ആലമീൻ, നമ്മുടെ നേതാവ്, ലോക നേതാവ്, പുണ്യ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം 1500 കഴിഞ്ഞു. ജന്മദിന ആഘോഷങ്ങൾ, ആരവങ്ങൾക്കായതിൻ്റെ സന്തോഷങ്ങളിലാണ് നാം നിലകൊള്ളുന്നത്. ചിലയിടങ്ങളിൽ 12-ന് സൗകര്യാർത്ഥം, അതിനപ്പുറത്തോ ഇപ്പുറത്തോ 13-നോ 11-നൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് വീഡിയോയിൽ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പ്രവാചക പ്രേമി അബ്ദുൽ നാസർ മഅദനി. അദ്ദേഹത്തിൻ്റെ പ്രവാചകരെ ആരെങ്കിലും സെർച്ച് ചെയ്തുകൊണ്ട് ഞാൻ ഈ കാണിക്കുന്നതല്ല. അന്ത്യപ്രവാചകൻ നടന്നൊരു വീഡിയോ ഉണ്ട്. അന്ത്യപ്രവാചകൻ കേൾക്കണം. ഏറ്റവും നല്ല പ്രവാചക പ്രേമി ഞാൻ കണ്ടതിൽ. അപ്പോൾ അബ്ദുൽ നാസർ മഅദനിയോട് കൂടെ പ്രവാചക പ്രേമത്തിൽ ലയിച്ചുകൊണ്ട് നമുക്കൊന്ന് മദീന പച്ചക്കുബയിലേക്ക് നമ്മുടെ മനസ്സുകൊണ്ടൊന്ന് പോവാം. നിങ്ങൾ വീഡിയോ കേട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ. അനീഫ കട്ടുപ്പാറ. ചുരുക്കത്തിൽ അവരോട് ഞാൻ പറഞ്ഞു, ഒരു റസൂലുള്ളാഹിയുടെ റൗള ഷരീഫിന്റെ ഫോട്ടോ കൊണ്ടുവരാൻ. ആ ഫോട്ടോ കൊണ്ടുവന്നു. ഞാൻ എന്റെ ജയിലിന്റെ സെല്ലിൽ ആ ഭിത്തിയിൽ ആ ഫോട്ടോ ഒട്ടിച്ചു വെച്ചു. അള്ളാഹുവിന്റെ ഹബീബിന്റെ റൗള ഷരീഫിന്റെ ഫോട്ടോ, ആ പച്ചക്കുബ്ബയുണ്ടല്ലോ, ആ പച്ചക്കുബ്ബ ഞാൻ അങ്ങ് ഒട്ടിച്ചു വെച്ചു. അതിനു മുമ്പ് ഒരിക്കലും ഞാൻ ഹജ്ജിന് പോയിട്ടില്ല. എന്റെ റസൂലുള്ളാഹിന്റെ റൗള ഷരീഫ് ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഹബീബിന്റെ അടുക്കൽ പോയൊരു സലാം പറയാൻ പറ്റിയിട്ടില്ല. 10 കൊല്ലം ഞാൻ ജയിലിൽ കിടന്നത് കൊണ്ട് മക്കളെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ഒരുപാട് രോഗങ്ങൾ ജയിലിൽ വെച്ച് എനിക്ക് കിട്ടി. ഇപ്പോഴും മാറാതെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന, രാത്രിയിൽ കഴിക്കുന്ന, അത്താഴത്തിന് കഴിക്കുന്ന ഭക്ഷണത്തെക്കാളും കൂടുതൽ മരുന്നാ കഴിക്കുന്നത്. അങ്ങനെ മരുന്ന് കഴിക്കേണ്ടവണ്ണം രോഗങ്ങൾ ജയിൽ വെച്ചുണ്ടായി. നട്ടലിന് വേദനയുണ്ടായി, പൊട്ടലുണ്ടായി, കഴുത്തിന് വേദനയുണ്ടായി, ശരീരത്തിന് ഇപ്പോഴും അതികഠിനമായ ഒരുപാട് രോഗങ്ങളുണ്ട്. എന്നാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എൻ്റെ ജയിൽവാസം എനിക്ക് നഷ്ടമായിട്ടില്ല. 2 കാര്യം കൊണ്ട് നഷ്ടമായിട്ടില്ല. അതിൽ രണ്ടാമത്തെ കാര്യമാണ്, ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ പാസ്പോർട്ട് കിട്ടി. അതിനു മുമ്പ് എത്രയോ ഹജ്ജ് വേളകളിൽ 92 ആഗസ്റ്റ് 92 ഡിസംബറിൽ എൻ്റെ പാസ്പോർട്ട് കണ്ടെടുത്തതിന് ശേഷം ആ ഒരൊറ്റ ഹജ്ജിന്റെ വേളയിൽ ഞാൻ പാസ്പോർട്ട് ചോദിക്കാതിരുന്നിട്ടില്ല. പക്ഷേ എന്റെ പാസ്പോർട്ട് കിട്ടിയിട്ടില്ല. പാസ്പോർട്ട് തന്നാൽ ഹജ്ജിന് പോയാൽ അവിടെ അന്താരാഷ്ട്ര തീവ്രവാദികളുമായി ബന്ധം സ്ഥാപിക്കും, അതുകൊണ്ട് കൊടുക്കാൻ പറ്റൂല എന്നാ പറഞ്ഞിരുന്നത്. പക്ഷേ 10 കൊല്ലം ജയിലിൽ കിടന്നിട്ട് ഇറങ്ങി വന്നപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞു, കൊടുത്തേക്കുക, ഇയാൾ അത്ര വലിയ കുഴപ്പക്കാരനാണെന്നൊന്നും തോന്നുന്നില്ല, അതുകൊണ്ട് പാസ്പോർട്ട് കൊടുത്തേക്കുക. അൽഹംദുലില്ലാ, പാസ്പോർട്ട് കിട്ടി. ആ പാസ്പോർട്ടുമായിട്ട് എനിക്ക് പരിശുദ്ധ ഹജ്ജിന് ജയിൽവാസം കഴിഞ്ഞിറങ്ങിയ ആദ്യത്തെ ഹജ്ജിന് തന്നെ എനിക്ക് എന്റെ ഹബീബിന്റെ അടുക്കലേക്ക്, എന്റെ റബ്ബിന്റെ ഭവനത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റി. ഞാനും എന്റെ പ്രിയപ്പെട്ട ഭാര്യയും എന്റെ വക്കീല് അക്ബർ അലിയും റജീബും അതുപോലെ മറ്റു സഹോദരങ്ങളുമായിട്ട് ഞങ്ങൾ ചെന്നിട്ട് ഇന്ത്യൻ എയർലൈൻസിന്റെ അക്ബർ ട്രാവൽസിന്റെ ഹാജിമാരെയുമായി പോകുന്ന ഫ്ലൈറ്റ് ജിദ്ദ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ മുകളിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിന്റെ അന്തരംഗത്ത് 1000 പൂത്തിരി കത്തുകയാ മക്കളെ. ഞാൻ എങ്ങോട്ടായി ഇറങ്ങാൻ പോകുന്നത്? എന്റെ റസൂലുള്ള ജനിച്ച പുണ്യമായ മണ്ണ്, ആമിനായുടെ മണ്ണ്, അബ്ദുല്ലായുടെ മണ്ണ്, അബൂബക്കർ സിദ്ദീഖിന്റെ മണ്ണ്, ഉമറുൽ ഫാറൂഖിന്റെ മണ്ണ്, ഹംസത്തുൽ കറാറിന്റെ മണ്ണ്, അലിയുൽ മുർത്തളായുടെ മണ്ണ്. ആ പുണ്യമായ മണ്ണിലേക്ക് ഇറങ്ങുകയാ എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അസത്യത്തിനും അധർമ്മത്തിനും അനീതിക്കുമെതിരെയുള്ള ആ ഉജ്ജ്വലമായ ശബ്ദം ബിലാലിനെ കൊണ്ട് വിളിച്ചു പറയിപ്പിച്ച ആ കഅബാലയം കാണാൻ പോവുകയാ. എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട വിശ്വസ്താനിയായി അബൂബക്കർ സിദ്ദീഖ് അടികൊണ്ട് പെടഞ്ഞു വീണ മണ്ണ് കാണാൻ പോവുകയാ. 1000 വികാരം എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഓടിയെത്തുകയാ. ആ വികാരത്തിന്റെ അലതള്ളലിൽ ഞാൻ ഇറങ്ങുകയാ. ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഈ വികാരവും സന്തോഷവും വിക്ഷുബ്ധതയും ഒക്കെ ഉള്ളപ്പോഴും എന്റെ ഹൃദയത്തിന്റെ അന്തരംഗത്തൊരു നേരിയ വേദന. കാരണം എന്താ, ഞാൻ ഇവിടെ ഇറങ്ങിയാലും എത്ര ദിവസം കഴിഞ്ഞാ എനിക്ക് എന്റെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പോകാൻ പറ്റുക? എപ്പോഴാ റൗള ഷരീഫിന്റെ അടുക്കലേക്ക് എത്താൻ പറ്റുക? ആ ഒരു അസ്വസ്ഥത എന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാ. ഞാൻ ഇറങ്ങുന്ന സമയത്ത് സാധാരണ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഒരു 2-3 മണിക്കൂറെങ്കിലും ജിദ്ദ എയർപോർട്ടിലെ ഫോർമാലിറ്റീസ് തീരാൻ വേണ്ടി എടുക്കുമെന്ന്. അൽഹംദുലില്ലാ, അത് വേണ്ടി വന്നില്ല. എന്നെ ഫ്ലൈറ്റിൽ നിന്ന് ലിഫ്റ്റ് കൊണ്ടുവന്ന്, കാലില്ലാത്തത് കൊണ്ട് വീൽ ചെയറിൽ ലിഫ്റ്റ്
കൊണ്ടുവന്ന് താഴേക്കിറക്കി. ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ ഇന്ത്യൻ എംബസിയുടെ ഉദ്യോഗസ്ഥന്മാര് കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവര് സന്തോഷപൂർവ്വം സ്വീകരിച്ചു കൊണ്ടുപോയി. പെട്ടെന്ന് എല്ലാ ഫോർമാലിറ്റീസും തീർത്ത് ഇന്ത്യൻ എംബസിയുടെ വണ്ടിയിൽ തന്നെ വിനീതനായ എന്നെ മക്കയിലെ പരിശുദ്ധ കഅബാലയത്തിന്റെ തൊട്ട് മുമ്പിലുള്ള ഇലാഫ് കിന്ദ ഹോട്ടലിൽ എന്നെ കൊണ്ടുവന്നിറക്കി. ആ ഹോട്ടലിന്റെ മുമ്പിൽ എന്നെ ഇറക്കിയിട്ട് ആ ഹോട്ടലിന്റെ മുന്നിൽ വെച്ചിട്ട് ഇന്ത്യൻ എംബസിയുടെ ഉദ്യോഗസ്ഥൻ എന്റെ കയ്യിലേക്ക് പാസ്പോർട്ട് തന്നിട്ട് അയാൾ കാണിച്ചു, ദേ നോക്കുക, ഈ സീല് നിങ്ങൾ കണ്ടോ, നിങ്ങളെ ഇന്ത്യൻ എംബസിയുടെ ഒരു അതിഥിയായിട്ട് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുക. ഈ സീല് ഈ പാസ്പോർട്ടിലുണ്ട്, അതുകൊണ്ട് ഈ പാസ്പോർട്ട് നിങ്ങൾ ആർക്കും കൈമാറണ്ട. ഈ പാസ്പോർട്ട് കൊണ്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ത്വായിഫിലോ ജിദ്ദയിലോ മദീനയിലോ എവിടെ വേണമെങ്കിലും പോകാം. ഈ പാസ്പോർട്ട് കാണിച്ചാൽ മതി. ഞാൻ ചോദിക്കുന്നു, ഇന്ന് തന്നെ മദീനയിൽ പോകാൻ പറ്റുമോ? അതേ, മദീനയിൽ ഇന്ന് നിങ്ങൾക്ക് വേണേലും പോകാം. എനിക്കുണ്ടായ സന്തോഷം എത്രയാ സഹോദരന്മാരെ. എന്റെ ഹബീബ് എന്നെ ഞാനാക്കി മാറ്റിയ, എനിക്ക് സംസ്കാരത്തിന്റെ സിദ്ധാന്തം പഠിപ്പിച്ചു തന്ന, ലോകത്തെ കോടാനുകോടി മനുഷ്യരുടെ വാരിയെല്ലുകൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ അന്തരാളങ്ങളിലെ അങ്ങേയറ്റം സ്ഥാനം പിടിച്ചിരിക്കുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഈ രാത്രിയിൽ തന്നെ പോകാൻ പറ്റുമെന്ന് പറയുമ്പോൾ എനിക്കുണ്ടായ സന്തോഷം എത്രയാ. ഞാൻ പരിശുദ്ധമായ ഉംറ ചെയ്തു തിരിച്ചു വന്നപ്പോൾ പാതിരാത്രിയായി. അന്ന് ഒരു നിലയിലും പോകാൻ പറ്റൂല എന്ന് ബോധ്യപ്പെട്ടു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ മുതൽ ശ്രമം തുടങ്ങി. അക്ബർ ട്രാവൽസ് ഏർപ്പാട് ചെയ്തു തന്ന വണ്ടിയിലെ വിനീതനായ ഞാനും എന്നോടൊപ്പമുള്ളവരും മദീനയിലേക്ക് പോവുകയാ. 5 മണിക്കൂറിലധികം നീളുന്ന ആ യാത്രയുടെ ഇടയിൽ മലമൂത്ര വിസർജനം ചെയ്യേണ്ട അത്യാവശ്യം, പ്രത്യേകിച്ച് ഷുഗർ പേഷ്യന്റ് ആയതുകൊണ്ട് മണിക്കൂറിൽ 1-2 വട്ടം മൂത്രമൊഴിക്കേണ്ടി വരും. സാധാരണ എപ്പോഴും ഇങ്ങോട്ട് പ്രസംഗിക്കാൻ വരുന്നതിന് മുമ്പും ശ്രദ്ധിക്കുന്ന കാര്യം വെള്ളം കൂടി 2-3 മണിക്കൂർ മുമ്പ് നിർത്തുക എന്നതാ. അങ്ങനെ ആയാലേ ഈ ഷുഗറിന്റെ കഠിനമായ അവസ്ഥയിൽ ഇടയ്ക്ക് നിർത്താതിരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ആ യാത്രയ്ക്ക് മുമ്പും വെള്ളം കുടിയൊക്കെ നേരത്തെ നിർത്തിക്കൊണ്ട് പോവുകയാ പരിശുദ്ധ മദീനയിലേക്ക്. പരിശുദ്ധമായ റസൂലുള്ളാഹിന്റെ പുണ്യമായ പള്ളിയുടെ അടുക്കലേക്ക് എത്തുമ്പോൾ ആ കുബ്ബ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നത് കാണുമ്പോൾ, ആ പച്ച കുബ്ബ കാണുമ്പോൾ, ആ പച്ച നിറം കാണുമ്പോൾ ഹൃദയാന്തരാളങ്ങളിൽ ഉണ്ടാകുന്ന ചലനം എത്രയാ. വിനീതനായ ഞാനും എന്നോട് കൂടുള്ളവരും കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന സലാം ചൊല്ലിക്കൊണ്ട്, സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഹബീബായ നബിയുടെ അടുക്കലേക്ക് പോവുകയാ. വളരെ വേഗം എത്തിയിട്ട് പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു മലയാളിയായ സഹോദരന്റെ ഫ്ളാറ്റിൽ കയറി. വളരെ പെട്ടെന്ന് തന്നെ കുളിച്ച് വൃത്തിയായി ഡ്രസ്സൊക്കെ മാറി കയ്യിലുള്ള ഏറ്റവും സുഗന്ധമുള്ള അത്തറെടുത്ത് ശരീരത്ത് പുരട്ടിക്കൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ പോയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ സ്ഥലത്തേക്ക് ഞാൻ പോവുകയല്ലേ. എന്റെ ഹബീബായ നബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിലൊന്ന് പോകാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുസവിധത്തിലൊന്ന് പോകാൻ വേണ്ടി, അള്ളാഹിന്റെ തിരു റസൂലിനെ ഒന്ന് അടുത്തെത്തി സന്ദർശിക്കാൻ വേണ്ടി, റസൂലുള്ളാഹിയോടൊന്ന് സലാം പറയാൻ വേണ്ടി അടങ്ങാത്ത ആവേശത്തോടെ, ഒടുങ്ങാത്ത അഭിനിവേശത്തോടെ, തീരാത്ത ആഗ്രഹത്തോടെ ഞാനിങ്ങനെ പോവുകയാ. ഇപ്പൊ റസൂലുള്ളാഹിന്റെ അടുക്കൽ എത്താൻ പറ്റുമെന്ന പ്രതീക്ഷയിലെ എന്റെ വീൽ ചെയർ ഒരു ജീപ്പിന്റെ സ്പീഡിൽ ഇങ്ങനെ ഓടുകയാണ്. മസ്ജിദുൻ നബവിയുടെ അങ്കണത്തിലൂടെ ഓടുകയാ. ആ അങ്കണത്തിലൂടെ ഓടി പരിശുദ്ധമായ ബാബുസലാമിന്റെ മുമ്പിലെത്തി. അവിടുന്ന് അകത്തേക്ക് കയറാൻ പറ്റുമെന്ന പ്രതീക്ഷയോടെ ചെല്ലുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും അധികം വിഷമം തോന്നിയ രംഗമാ മക്കളെ. എന്താ, 1 ഇഞ്ച് മുന്നോട്ട് ചലിക്കാൻ പറ്റുന്നില്ല. 10,000 ഇങ്ങനെ തള്ളി ബാബുസലാമിന്റെ മുമ്പിൽ നിൽക്കുകയാ. ബാബുസലാം അടച്ചിരിക്കുകയാ. കേറുന്ന വഴി ഒരാളെയും കേറ്റുന്നില്ല. കാരണം അകത്ത് മൊത്തം ജനം ഞെങ്ങിയിരിക്കുകയാ, തിങ്ങിഞ്ഞെരുങ്ങിയിരിക്കുകയാ. ഒരു നുള്ളും മണ്ണിടാൻ പറ്റില്ലെന്ന് സാധാരണ നമ്മൾ പറയുന്നത് വെറുതെ പറയുന്നതാ. പക്ഷെ ഇവിടതാ അത് അന്വർത്ഥമാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുന്നിലെ 10,000 ഞെങ്ങിഞ്ഞെരുങ്ങിയിരിക്കുകയാ. ബാക്കി 10,000 ലക്ഷങ്ങൾ പുറത്തു നിൽക്കുകയാ. ഒരു വണ്ടി ഉള്ളോട്ട് കേറൂല, ഒരു വീൽ ചെയറും കേറൂല, ഒരു മദനിക്കും കേറാൻ പറ്റൂല. വളരെ വേദനാജനകമായ അവസ്ഥയാ. എന്താ ചെയ്യേണ്ടത്? ഇത്ര ബുദ്ധിമുട്ടി എത്തിയിട്ട് ഈ രാത്രിയില് എന്റെ ഹബീബിന്റെ അടുക്കലേക്കൊന്ന് പോകാൻ പറ്റില്ലേ? എന്റെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യ സഹോദരൻ മസ്ജിദുൻ നബവിയുടെ അടുത്തുള്ള ഒരു പള്ളിയിലെ ഇമാമായ ഹാഫിദ് മുഹമ്മദ് ഇസ്ഹാഖ് നദ്വി എന്ന സഹോദരന് അദ്ദേഹത്തിന് അവിടെ പരിചയമുള്ളവരാണ് നിൽക്കുന്ന പല ഉദ്യോഗസ്ഥന്മാരും എന്നതുകൊണ്ട് അവരെടുക്കലൊക്കെ പോയി പറഞ്ഞു നോക്കി ഒന്നകത്തേക്ക് കയറ്റാൻ. അവസാനം ഒരു പ്രമുഖനായ ഉദ്യോഗസ്ഥന് ദൂരെ പോയി കണ്ട് അദ്ദേഹത്തോട് വിവരങ്ങളെല്ലാം ധരിപ്പിച്ച് എന്നെ കുറിച്ചൊരു ചെറിയ വിശദീകരണം കൊടുത്ത് ഞാൻ ഇങ്ങനെ കാലില്ലാത്ത ആളാണെന്നും ജയിലിൽ 10 കൊല്ലം കിടന്നിട്ട് വന്നതാണെന്നും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യന് ദയ തോന്നി. അദ്ദേഹം എന്റെ അടുക്കലേക്ക് വന്ന് കാലൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ തുണി ഉയർത്തി കാല് കാണിച്ചു കൊടുത്തു. അദ്ദേഹം പെട്ടെന്ന് തന്നെ വരിക എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അങ്ങനെ വിളിച്ച ആ തിരക്കിന്റെ ഇടയിലൂടെ എന്നെ മുന്നോട്ട് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, വീൽ ചെയർ ഇവിടം വരെ പറ്റൂ, നോക്കൂ, അകത്തേക്ക് വീൽ ചെയർ കയറാൻ പറ്റില്ല, എങ്ങനെങ്കിലും നടന്നു പോകാമെങ്കിൽ പൊക്കൊള്ളൂ. എന്നെ അകത്തേക്ക് കയറ്റിവിട്ടു. ഞാൻ എങ്ങനെ നടന്നു എന്നെനിക്കറിയില്ല. ജയിലിൽ നിന്നിറങ്ങിയതിനു ശേഷവും ജയിലിലെ അവസാനത്തെ വർഷങ്ങളും ഒരു 10 അടി തുടർച്ചയായിട്ട് നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഞാനുള്ളത്. പക്ഷേ ബാബുസലാമിലൂടെ കാലെടുത്ത് വെച്ച് എന്റെ ഈ കാലിൽ വെച്ചിരിക്കുന്ന ഈ ഷൂവിന്റെ പുറത്തൊരു ടവൽ വെച്ച് കെട്ടിയിട്ട് ഞാൻ പതുക്കെ അങ്ങോട്ട് നടന്ന് കയറിപ്പോയി. ആരെയൊക്കെയോ തോളിൽ പിടിച്ച്, ആരുടെയൊക്കെയോ കയ്യിൽ പിടിച്ച് എങ്ങനെയോ ഞാൻ എന്റെ ഹബീബിന്റെ തിരുമുമ്പിലെത്തി. ആ നിമിഷത്തെ വികാരം എന്താ മക്കളെ? ആരായി കിടക്കുന്നത്, ആരായി കിടക്കുന്നത്, ആരുടെ മുന്നിലാ ഞാൻ എത്തുന്നത്? ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന് കാരണക്കാരനായ, പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിലെത്തിയതാ. എന്താ അവിടെ കാണുന്ന അവസ്ഥ? കറുത്ത കരിക്കട്ട പോലെ കരിമാടി കുട്ടന്മാരായ ആഫ്രിക്കക്കാര്, വെളുത്ത വെള്ളാരെങ്കല്ല് പോലെ യൂറോപ്യന്മാര്, ആരെല്ലാമാണ് മലേഷ്യക്കാര്, ഇന്തോനേഷ്യക്കാര്, ഡമാസ്കസ്കാര്, മൊറോക്കോക്കാര്, എല്ലാവരും ഹബീബായ നബിയുടെ മുമ്പിലല്ലേ? റസൂലുള്ളാഹിന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയുന്ന യൂറോപ്യന്മാരെ കാണുമ്പോൾ, കണ്ണുനീരൊഴുകുന്നത് കാണുമ്പോൾ നമ്മൾ ഇത്ര പ്രസംഗിച്ചിട്ടും നമുക്ക് റസൂലുള്ളാഹിയുടെ പേരിൽ ഇത്രയും സ്നേഹമില്ലയോ പടച്ചവനെ എന്നോർത്തു പോകുന്ന മുഹൂർത്തമാത്. അങ്ങനത്തെ നിമിഷമാത്. എത്ര ആയിരങ്ങളാ വന്നു മറിയുന്നത്. എന്റെ സഹോദരന്മാരൊന്ന് ആലോചിച്ചു നോക്ക്. റസൂലുള്ളാഹിയുടെ മുമ്പിൽ നിന്ന് ഏത് രാഷ്ട്രത്തിൽ നിന്ന് ആളുകൾ വരാത്തത്? ആരാണ് അവിടെ വരാത്തത്? ഏത് നിറമുള്ളവനാ വരാത്തത്? ഏത് തൊലിയുള്ളവനാ വരാത്തത്? ഏത് രാജാവാ വരാത്തത്? അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിലല്ലാതെ വേറെ എവിടെങ്കിലും ഇങ്ങനെ വരുന്നുണ്ടോ മക്കളെ? എവിടാ മക്കളെ ഇബ്രാഹിം നബിയുടെ ഖബർ? എവിടാ ഈസാ നബിയുടെ ഖബർ? എവിടാ മൂസാ നബിയുടെ ഖബർ? എവിടാ ഇല്യാസ് നബിയുടെ ഖബർ? എവിടാ ഇസ്ഹാഖ് നബിയുടെ ഖബർ? എവിടാ ആദം നബിയുടെ ഖബർ? എവിടാണ് ലക്ഷോപലക്ഷം ജനങ്ങൾ ഒരു ഖബറിന്റെ അടുത്തേക്ക് വരുന്നത്? ഒരു ഖബറിന് ലക്ഷ്യം വെച്ച് വരുന്നത്, ഒരു നേതാവിന് ലക്ഷ്യം വെച്ച് വരുന്നത്? ലോകത്തിന്റെ വേറെ എവിടെങ്കിലും ഇങ്ങനെ കോടാനുകോടി ജനങ്ങൾ എത്തിപ്പെടുന്ന ഒരു സ്ഥലം വേറെ ഉണ്ടോ മക്കളെ? ഒരേ ഒരു വ്യക്തിയെ ലക്ഷ്യം വെച്ച് കൊണ്ടുവരുന്ന കോടാനുകോടി ജനങ്ങൾ വരുന്ന വേറൊരു സ്ഥലം ലോകത്തെവിടെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു നേതാവിന് ഈ ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു നേതാവിന് ഈ ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ? ആരാണ് ഇബ്രാഹിം നബിയുടെ അനുയായികൾ അവിടുത്തെയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാനുള്ളത്? ആരാണ് ഈസാ നബിയുടെ അനുയായികൾ അവിടുത്തെയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാനുള്ളത്? എവിടെയാണ് മൂസാ നബിയുടെ അനുയായികൾ അവിടുത്തെയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത്? ഇതെന്താ കാണുന്നത്? ഈ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ആയിരക്കണക്കിന് സഹോദരങ്ങള്, ഇന്നത്തെ രാത്രിയിൽ ഇശാ നമസ്കരിച്ചിട്ട് വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ ഒരാളെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറയാതിരുന്നിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് പറയാതിരുന്നിട്ടുണ്ടോ? അല്ലാഹു തആല നമസ്കാരത്തെ ചുരുക്കി നമസ്കരിക്കാൻ, നോമ്പിനെ ചുരുക്കാൻ അനുവാദം കൊടുത്തിട്ടില്ല. ഉച്ചവരെ നിസ്കരിച്ചിട്ട് ഉച്ചവരെ നോമ്പ് പിടിച്ചിട്ട് പിന്നെ മുറിക്കാൻ അനുവാദം തന്നിട്ടില്ല. സക്കാത്ത് ചുരുക്കാൻ അനുവാദം തന്നിട്ടില്ല. ഹജ്ജിന് പോകുമ്പോൾ ഒന്നും ചുരുക്കാൻ അനുവാദം തന്നിട്ടില്ല. പക്ഷേ അല്ലാഹു തആല നമസ്കാരത്തെ ചുരുക്കാൻ അനുവാദം തന്നു. അല്ലാഹുവിന്റെ പേരിൽ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഓതുന്ന ഫാത്തിഹ 2 ഒഴിവാക്കിക്കൊണ്ട് ളുഹർ നമസ്കരിക്കാം. അല്ലാഹുവിന്റെ
പേരിൽ ചെല്ലുന്ന തസ്ബീഹുകൾ എത്രയോ ഒഴിവാക്കിക്കൊണ്ട് നമസ്കാരം ചുരുക്കാം. പക്ഷേ ചുരുക്കുന്ന നമസ്കാരത്തിലും എവിടെ ആര് കസറായി നമസ്കരിക്കുമ്പോഴും അള്ളാഹുവിന്റെ ഹബീബിന്റെ പേര് പറയാതെ നിസ്കരിക്കാൻ കഴിയില്ല. റസൂലുള്ളാഹിന്റെ പേര് പറയാത്ത ഒരു നമസ്കാരവുമില്ല. എങ്ങനെയാ പേര് പറയുന്നത്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂ. അങ്ങകല മദീനയിലെ ആ റൗള ശരീഫിൽ കഴിയുന്ന നബിയേ, അവിടുത്തെയുടെ മേലെന്ന് അങ്ങ് അകലെ പറയുന്ന, അങ്ങ് അകലെ കിടക്കുന്ന ഒരാളോട് പറയുന്നതോണ് അസ്സലാമു അലൈഹി എന്നല്ല, അസ്സലാമു അലാ മുഹമ്മദിൻ എന്നല്ല, അസ്സലാമു അലൻ നബി എന്നല്ല, അസ്സലാമു അലൈക, അസ്സലാമു അലൈക, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. ഞാൻ ഈ നമസ്കരിക്കുന്ന പള്ളിയിൽ എന്റെ കൂടുള്ള, എന്നോടൊപ്പമുള്ള വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്,